ഹലോ, വെൽക്കം ബാക്ക്. ഈ ഒരു വിഷയം ഇനി സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചാലും വീണ്ടും 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 സംസാരിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചാലും എന്ത് ചെയ്യും? കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടക്കുന്നത് നിഷ്കുജയുടെ അഴിഞ്ഞാട്ടങ്ങളാണ്. അതായത് ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, എങ്ങനെയെങ്കിലും മീഡിയ അറ്റൻഷൻ തന്നിലേക്ക് അടുപ്പിച്ച് തനിക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നിഷ്കുജ എന്ന സ്ത്രീ, ആരോ എവിടെയോ എപ്പോഴോ ഇട്ട പേരാണ് കേട്ടോ നിഷ്കുജ. ഈ സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ പേര് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിഷ്കു കളിച്ച് മറ്റുള്ളവരെ പറ്റിക്കുക. പിന്നെ യഥാർത്ഥ പേര് പറയാനും പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇനി അവർ നിഷ്കുജ എന്നറിയപ്പെടും. അപ്പോൾ നിഷ്കുജയുടെ ഇന്നലത്തെ അഴിഞ്ഞാട്ടം, ഇന്നലെ ആരും അവരെ അടിക്കാൻ ചെന്നു, അമ്മയും മകളെയും അടിച്ചു. അങ്ങനെ വളരെ പ്രശ്നമായിട്ട് നിഷ്കുജയുടെ പെട്ടെന്നുള്ളൊരു ലൈവ് വന്നു. എല്ലാവരും പാനിക്കായി. ഇവിടെ ഈ നിഷ്കുജയ്ക്കൊരു വീട് അല്ലെങ്കിൽ വാവൂട്ടിക്കൊരു വീട് എന്ന പദ്ധതിയെ കഴിഞ്ഞും എനിക്ക് തോന്നുന്നത് ആവശ്യമായിട്ടുള്ളത് നിഷ്കുജയുടെ അന്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് പാക്കേജാണ് വേണ്ടത്, ആരോഗ്യ ഇൻഷുറൻസ് ആണ് വേണ്ടത്. കാര്യം നിഷ്കുജ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഹോസ്പിറ്റലിലാവുന്നത് ഈ നിഷ്കുജയുടെ അന്തങ്ങളാണ്. ഇവർ അതേപോലെ പാനിക്കാക്കി, അന്ധമായിട്ടുള്ള നിഷ്കുജ പ്രേമമാണല്ലോ ഇവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഷ്കുജയുടെ ഫാൻസിനെ ഇവർ അതുപോലെ പാനിക്കാക്കി ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് ഈ നിഷ്കുജ അനങ്ങാതെ എവിടെയെങ്കിലും പോയിരിക്കും. ഇന്നലത്തെ ആ സംഭവം തന്നെ നോക്ക്. ഇവരെ ആരും അടിക്കാൻ ചെല്ലുന്നു, അടിക്കുന്നു, പെട്ടെന്ന് തന്നെ അടിച്ച പോലെ ഫോൺ കട്ടാകുന്നു. പിന്നെ ഒന്നും അറിയില്ല. അന്തങ്ങൾ ഇവിടെ കിടന്ന് കൃഷ്ണനെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു, റബ്ബിനെ വിളിക്കുന്നു, സർവത്ര ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥനയാണ്. അയ്യോ, ആരെങ്കിലും ഒന്ന് പോകുമോ, എന്ത് പറ്റി, എൻ്റെ ഈശ്വര, എൻ്റെ കൃഷ്ണ, എൻ്റെ റബ്ബേ എന്നും പറഞ്ഞുകൊണ്ട് കുറേ എണ്ണത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആ കടലപ്പരിപ്പ് നാടകത്തിൽ കുറേ എണ്ണം പറയുന്നുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഇന്നാണ് ഡിസ്ചാർജ് ആയത്. അന്ന് നിഷ്കുജ ഇങ്ങനെ കടലപ്പരിപ്പ് കഴിച്ചത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കാണിക്കുമ്പോൾ മുഴുവൻ ബാധിക്കപ്പെടുന്നത് പൊതുജനങ്ങളെയാണ്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ബാധിക്കപ്പെടുന്നത് മിക്കവാറും വീടുകളിൽ ആരും ഇല്ലാത്ത സമയമായിരിക്കാം. എന്തു തന്നെ ആയാലും ബാധിക്കപ്പെടുന്നത് കൂടുതലും ജനങ്ങളെയാണ്. ഇത് തന്നെയാണ് ഇവരുടെ ഒരു തുറുപ്പ് ചീട്ടും. ഇന്നലെയും ആ സ്ത്രീ അത്രയും നാടകം കളിച്ചിട്ട് ഇവർക്ക് എന്തോ സംഭവിച്ചു എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന രീതിയിലാക്കിയിട്ട് ഇവർ ലൈവ് കട്ട് ചെയ്ത് പോയി. ശരി, ഇവർക്ക് ഈ ഓഡിയൻസിനോട്, ഈ നിഷ്കു ഫാൻസിനോട് ഒരല്പം ദയവുണ്ടെങ്കിൽ, അല്പം നന്ദി ഉണ്ടെങ്കിൽ എന്നാൽ ഇവർ വന്നിട്ട് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണ്ടേ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കേസ് കൊടുത്തിട്ടിട്ട് ഓക്കെയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാമല്ലോ. അത് ഇവർ ചെയ്തിട്ടില്ല. മറ്റേ കടലപ്പരിപ്പ് കഴിച്ചപ്പോഴും അതെയായിരുന്നു. ഇവർക്ക് 1 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി, ഒരു പ്രശ്നവുമില്ല. വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഈ സ്ത്രീക്ക് ഇടാമല്ലോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ചെയ്യില്ല ഇവർ. ഈ അന്തം ഫാൻസിനെ എത്രത്തോളം വെള്ളം കുടിപ്പിക്കാവോ, എത്രത്തോളം അങ്ങോട്ട് അവരെ ടെൻഷൻ അടിപ്പിക്കാവോ അത്രയും ഈ സ്ത്രീ ചെയ്യും. അതാണ് ഈ സ്ത്രീയുടെ സ്ഥിരം ശീലം എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ട് ടെൻഷൻ അടിക്കാനും പ്രാർത്ഥിക്കാനും മെഴുകാനും കരയാനും ഒക്കെ ആയിട്ട് കുറേ അന്തം ഫാൻസ്. അതവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ കാര്യം തന്നെ, ഇന്നലെ കുറേ ആളുകൾ ഇരുന്നിട്ട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ എവിടെ പോയി നിഷ്കുവിനെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ എന്താ മിണ്ടാത്തത്, ഇങ്ങനെ ഒരു ആക്രമണം ഈ അമ്മയ്ക്കും കുഞ്ഞിനും നേരിട്ടിട്ട് ആരും എന്താണ് മിണ്ടാത്തത് എന്നൊക്കെ. നമുക്ക് ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ ഫുൾ എപ്പിസോഡ് കണ്ടാലല്ലേ നമുക്കതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ നിഷ്കു ഫാൻസ് കാണിക്കുന്നത് പോലെ ഒരു കള്ളത്തരം കാണുമ്പോഴത്തേക്ക് കയറി അങ്ങോട്ട് കരയാനും മെഴുകാനും ബാക്കിയുള്ളവരൊന്നും മന്ദബുദ്ധികളൊന്നും അല്ല. അപ്പോൾ ഇന്നലെ കാണിച്ച ആ നാടകത്തിലും ഇന്നലെ ഈ നിഷ്കുവിൻ്റെ പുതിയ ചാരിറ്റി ഉണ്ടല്ലോ, ആ ചാരിറ്റിയുടെ ലീഡർ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രസ്തുത ലീഡറിൻ്റെ ലൈവിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തു കേട്ട് 10:30 വരെ ഇരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ചില എടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് 10:30 വരുമെന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് നിഷ്കുവിന് എന്ത് പറ്റി എന്നറിയാനായിട്ട് എല്ലാവരും, ഇതിനിടയ്ക്ക് നടന്ന മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 സ്ത്രീകളെ വലിച്ചിട്ട് ഓരോരുത്തർ പറയുകയാണ് അവരങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് അടിക്കാനുള്ള ഓർഡർ കൊടുത്തതാണ്, അടിക്കാനായിട്ട് ഇവർ ഏർപ്പാട് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും 10:30 നമ്മുടെ ചാരിറ്റി ലീഡർ വന്നു. അവർ നിങ്ങൾക്ക് കാണണോ, നിങ്ങൾക്ക് കേൾക്കണോ, എന്താണ് നിഷ്കുവിൻ്റെ ഫ്ലാറ്റിൽ നടന്നത് എന്നറിയണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വോയിസ് അങ്ങ് പ്ലേ ചെയ്തു. ഈ വോയിസ് പ്ലേ ചെയ്തതോടെ ഒരു സ്വല്പ ബുദ്ധിയെങ്കിലും ഉള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് പ്ലാൻഡ് ആണ്. അത് തന്നെയല്ല, പ്ലാൻഡ് അല്ലെങ്കിൽ തന്നെ
ഇതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഓപ്പോസിറ്റ് കക്ഷികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മീൻസ് ഈ അനു എന്ന് പറയുന്ന ലേഡിയുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ നിഷ്കുവിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഇവരുടെ കുറേ അരിയും കുറേ ഡ്രസ്സും ഗ്യാസ് കുറ്റിയും ഒക്കെ വന്നത്? ഈ നിഷ്കുവും ഈ പറയുന്ന സ്ത്രീയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു, വീട്ടിൽ വന്ന് കിടക്കുമായിരുന്നു, സഹകരിക്കുമായിരുന്നു എന്നൊക്കെ ഈ ചാരിറ്റി ലീഡർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫ്രണ്ട്ഷിപ്പിലിരുന്ന ഒരു വ്യക്തിയെ നാളെ രാവിലെ പോകുവാണ്, അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഗ്യാസ് കുറ്റിയ സാധനങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളൂ എന്ന് നിഷ്കു തന്നെ വിളിച്ചു പറയുന്നു. നിഷ്കു അവരെ വിളിച്ചു പറഞ്ഞത് പ്രകാരം അവരവിടെ ചെല്ലുന്നു. അവരവിടെ ചെല്ലുമ്പോൾ ഇവരെന്താ ചെയ്തത്? ഈ നിഷ്കു വേറൊരു സ്ത്രീയെ, ഈ ചാരിറ്റി ലീഡറെ വിളിച്ചിട്ട് ഈ നിഷ്കു ഈ സ്ത്രീയെ കുറേ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു. മറ്റേ ബിയറിന്റെ കാര്യം തിരുത്തി പറയാനായിട്ട് കുറേ ഇവരെ ഫോഴ്സ് ചെയ്തു. ഇവരെ അത് പറയിപ്പിക്കാനായിട്ട് നിഷ്കു ചാരിറ്റി ലീഡറെ വിളിച്ചു. ചാരിറ്റി ലീഡറെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ട് ഇതിനോട് ഫോഴ്സ് ചെയ്യാണ്. ഇങ്ങനെ പറ, ബിയറിന്റെ കാര്യം നീ ഇങ്ങനെ പറ, നടന്നത് പറ, കാര്യം അപ്പോൾ എല്ലാവരും കേൾക്കുന്നതായതുകൊണ്ട് നടന്നത് പറ എന്നല്ലേ പറയുള്ളൂ. അവർ പറയുന്നുണ്ട്, ഞാൻ ഇതിനൊന്നുമില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും ആവൂന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ ഇവർക്ക് ഈ നിഷ്കുവിന് ഇതൊന്നും കേൾക്കണ്ട. ഇവർക്ക് നിന്നെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, നിന്നെ ഒരു കേസിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിഷ്കു പറയാണ്, നിന്നെ ഒരു കേസിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നീ ഇതിങ്ങനെ പറയാന്ന് പറഞ്ഞ് ഇവരെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ഇവർ റെക്കോർഡ് ചെയ്തുകൊണ്ട്, ഈ ചാരിറ്റി ലീഡറുമായിട്ട് സംസാരിച്ചുകൊണ്ട്, ഈ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നിഷ്കു ഇവരെ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പം നിഷ്കു ശ്രദ്ധിക്കുന്നു ഇവരും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ തന്നെ നിഷ്കുവിന് അങ്ങോട്ട് ഇളകി തുടങ്ങി അവിടെ കിടന്നിട്ട്. നിങ്ങൾക്ക് ആ വോയിസ് അവരുടെ ഇന്നലത്തെ ലൈവ് പോയി കണ്ടാൽ മനസ്സിലാകും നിഷ്കുവിൻ്റെ ശബ്ദം എത്രമാത്രം ഉണ്ട്, എന്തൊരു അമർച്ചയാണ് ആ സ്ത്രീ അമറുന്നത്, എന്താണ് അവരുടെ ഫോഴ്സ് എന്നുള്ളത്. അതിനുശേഷം ലൈവ് ഇടുമ്പം വരുന്ന നിഷ്കു ഒന്നും അല്ല ആ സമയത്ത്, നല്ലതുപോലെ ഇവർ ഈ സ്ത്രീയെ പറയുന്നുണ്ട്, ഈ സ്ത്രീ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ആ സ്ത്രീ അവിടെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തപ്പോൾ അത് തെറ്റ്. ഈ നിഷ്കുവിന് ഒരാളെ വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് വേറൊരാളെ ലൈനിൽ നിർത്തിക്കൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കാം അല്ലേ, അവരുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ കേൾപ്പിക്കാം അല്ലേ, അതിന് യാതൊരു തെറ്റുമില്ല. അപ്പം ഇവർ ചെയ്തത് തെറ്റല്ല, അവർ ചെയ്തത് തെറ്റ്. അതെങ്ങനെ തെറ്റാകും? ഇത് വേറൊരാൾ അതിക്രമിച്ച് വീട്ടിൽ കയറിയതല്ല. ഈ നിഷ്കുജ അവരെ വിളിച്ചു വരുത്തിയതാണ്. ഇതെല്ലാം ഇവർക്ക് കൊണ്ടുപോയി കൊടുത്ത സാധനങ്ങളാണെന്ന് ഓർക്കണം. ആ ഡ്രസ്സാണെങ്കിലും ആ കുട്ടിക്ക് എന്തോ ഷൂട്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ റൈസ്, ഇത് ഒരു മണി അരി പോലും മറ്റുള്ളവരുടെ അതാണ് എന്ന് വിചാരിക്കുക ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അരി, ഗ്യാസ് കുറ്റി എല്ലാം മറ്റുള്ളവരുടെ ഓസിലാണ് ഈ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിട്ട് അവരെ കൊടുക്കാനായിട്ട് നിഷ്കുജ റെക്കോർഡ് ചെയ്തുകൊണ്ട് സാധനങ്ങൾ പെറുക്കിക്കൊണ്ട് പോകാൻ പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. തീർച്ചയായിട്ടും അത് അവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. അവരുടെ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ നാളെ നിഷ്കുജ പറയും ഇവരുടെ വീട്ടിലുള്ള വേറെ സാധനങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. ഇവരുടെ സ്വഭാവം അതാണല്ലോ, കള്ളം മാത്രം പറഞ്ഞ് ശീലമുള്ള ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരങ്ങനെ പറയും എന്നുള്ളത് കൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ വീഡിയോ എടുത്തത്. അതിന് നിഷ്കുജ എന്തിനാണ് ഇത്ര കിടന്ന് അലറുന്നത്? വീഡിയോ എടുക്കരുത്, നീ വീഡിയോ എടുക്കരുത്. പിന്നെ എനിക്കൊരു സംശയം, വീഡിയോ എടുക്കാൻ മേലാത്ത എന്ത് രഹസ്യമാണ് അവിടെ ഉള്ളത്? എന്തോ അവരവിടെ മറച്ചു വെക്കുന്നില്ലേ? ഈ സ്ത്രീ എന്തിനാണ് അത്ര ചാകാൻ തുടങ്ങുന്ന പോലെ കടന്ന് കാറുന്നത്? വീഡിയോ എടുക്കരുതെന്ന്. ഇവരെടുത്തോണ്ട് പോകുന്ന സാധനത്തിന്റെ വീഡിയോ എടുക്കുന്നതിന് ആ സ്ത്രീക്ക് എന്താണ്? ഇല്ലെങ്കിൽ നാളെ ഇവരുടെ പുറത്തേക്ക് വരും, കുറ്റമെല്ലാം കൂടി ഇവരുടെ പുറത്തേക്ക് വരും. വേറെ സാധനങ്ങൾ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള കുറ്റം വരെയും വരും. അതുകൊണ്ടാണ് ആ സ്ത്രീ റെക്കോർഡ് ചെയ്തത്. അത് തന്നെയല്ലേ ഇവരിവിടെ ഈ നിഷ്കുജ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ്, വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് നാടകവും കളിക്കാം, അവർക്ക് പാടില്ല. അതിനുശേഷം പിന്നെയും ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒറ്റ മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ? ശ്രദ്ധിച്ചോ, എവിടെ നടക്കുന്ന കാര്യമാണത്? സാധാരണ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒത്തുകൂടില്ലേ? നാട്ടുകാർ മുഴുവനായി, അടുത്തുള്ളവർ മുഴുവൻ ഓടി വരില്ലേ? നമുക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? നമ്മൾ അവരുടെ അയൽവക്കമാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മുടെ കൂടെയല്ലേ നിൽക്കൂ? അവരെയൊക്കെ കാര്യം എന്ത് സംസാരിക്കാനാണെങ്കിലും നമ്മുടെ ഭാഗം നിന്നിട്ട് അവർ സംസാരിക്കില്ലേ? അറ്റ്ലീസ്റ്റ് ആളുകൾ ഒത്തുകൂടും, അവിടെ കൂടുകയെങ്കിലും ചെയ്യില്ലേ? ഇത് ഒരാളെ പോലും അവിടെ കാണുന്നില്ല. ആ സെക്യൂരിറ്റി അയാളുടെ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഒന്ന് വന്നു എന്നുള്ളതല്ലാതെ ഒരാളും അതിൽ ഇടപെടുന്ന പോലും ഇല്ല. അപ്പം ഈ ഒരു സ്ത്രീ അവിടുത്തെ പൊതുശല്യം തന്നെയാണ്. പോലീസുകാർക്ക് ശല്യം, നാട്ടുകാർക്കും പൊതുശല്യം. ഇന്നലെ അത്രയും സീൻ ഉണ്ടാക്കാനായിട്ട് എന്ത് പ്രശ്നമാണ് അവിടെ നടന്നത്? എന്നിട്ട് ഈ ചാരിറ്റി ലീഡർ പറയുന്നുണ്ട്,
ഞാൻ പറഞ്ഞിട്ടാണ് നിഷ്കുജ ലൈവിൽ വന്നതെന്ന്. അല്ല, ആദ്യം നിഷ്കുജ തന്നെയാണ് പറയുന്നത്, ഞാൻ ലൈവിൽ പോട്ടെ, ഇവളുടെ മുഖം എല്ലാവരും കാണട്ടെ, ഞാൻ ലൈവിൽ പോട്ടെ എന്ന് പറയുന്നത് ആദ്യം നിഷ്കുജ തന്നെയാണ്. അപ്പോൾ ഈ ചാരിറ്റി ലീഡർ സമ്മതിച്ചു, ആ ശരി, നീ ഫേസ്ബുക്ക് ഓൺ ചെയ്ത്, അല്ല യൂട്യൂബ് ഓൺ ചെയ്ത് നീ ലൈവിൽ പൊക്കോ. അപ്പോഴത്തേനും നിഷ്കുജ പറയുന്നു, ഇവരുടെ മുഖം കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിഷ്കുജ ലൈവിലേക്ക് വരുന്നത് തന്നെ. അവരുടെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിഷ്കുജ ലൈവിലേക്ക് വരുന്നത്. ഒരു പ്രശ്നം, നിഷ്കുജയ്ക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അവരുടെ ഫേസിനടുത്തേക്ക് ക്യാമറ കൊണ്ട് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് ചെല്ലുമ്പോഴാണ് അവരെ ഫോണ് തട്ടിക്കളയുന്നത്. അതാരായാലും ചെയ്യില്ലേ? അങ്ങനെ ഞാനായാലും ചെയ്യില്ലേ? നിങ്ങളായാലും ചെയ്യില്ലേ? നിങ്ങളുടെ ഫേസിലേക്ക് ഒരാൾ ക്യാമറയായിട്ട് വരുമ്പം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫേസ് കവർ ചെയ്യാനായിട്ട് ഒരാൾ വരുമ്പോൾ നിങ്ങൾ തട്ടിക്കളയില്ലേ? അത് തന്നെയേ അവിടെ സംഭവിച്ചുള്ളൂ. പിന്നെ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെയും കറക്റ്റ് ഇവരെ പോലെ തന്നെ വളർത്തിക്കൊണ്ടുവരുവാണ് ഇവർ. കള്ളം പറയാനും കള്ളത്തരങ്ങൾ ചെയ്യാനും പഠിപ്പിച്ച് ഇവരെ പോലെ തന്നെ ആക്കിക്കൊണ്ടുവരുവാണ് ആ കുട്ടിയെയും. എന്തായാലും ഇവർ പറയുന്നതല്ലേ ആ കുട്ടി കേൾക്കൂ. അപ്പോൾ ഇവർക്ക് ശ്വാസം മുട്ടിക്കിടക്കുമായിരുന്നു, ഇവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തുള്ള വോയിസിലൊന്നും ഒരു മുട്ടലും കാണുന്നില്ല, ഒരു പ്രശ്നവും കാണുന്നില്ല. അതേപോലെ കുട്ടി വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കുമ്പോഴാണ് കുട്ടി സംസാരിക്കുന്നത്, ഒരു പൊളച്ചിലും കാണുന്നില്ല. ആ കുട്ടി തന്നെ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, ആദ്യം തട്ടിയിപ്പം അറിയാതെ കൈ കൊണ്ടതാണ് നെറ്റിയിലെന്ന് പറയുന്നുണ്ട്. പിന്നെ 2 മൊബൈലും കൂട്ടി വെച്ച് കൈക്കിട്ടടിച്ചെന്ന്. മൊബൈലും പിടിച്ചാണ് ഇവർ മേടിച്ചു വെച്ചേക്കുന്നത്. ആ മൊബൈൽ മേടിക്കാനായിട്ട് ഈ കുട്ടി പിടിച്ചപ്പം അബദ്ധവശാൽ കൈ കൊണ്ടിട്ടുണ്ടാവും. പിടിയും വലിയും നടക്കുമ്പോൾ എന്തായാലും കൈ കൊള്ളൂല്ലോ. അത്ര വലിയൊരു കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പം അതാണോ വിവരമുണ്ടാകുക? അവർ പെട്ടെന്ന് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് പോകാനാണോ പറയുക? എന്തിനാണോ ഇവർ കോംപ്രമൈസ്? അത്ര വലിയ പ്രശ്നമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് കോംപ്രമൈസ് ചെയ്തത്? അപ്പോൾ അതിന് പറയുന്ന മുട്ടാന്യായം അതിന് നിഷ്കു തന്നെ വരണം, അതുകൊണ്ടാണെന്നാണ്. അപ്പോൾ കാരണം അത്രയേ ഉള്ളൂ. പിന്നെ ഇവർ പറയുന്നു ആ സ്ത്രീയെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു, വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ശരിയായിരിക്കാം, കുട്ടി പറയുന്നതിനനുസരിച്ച് ജസ്റ്റ് ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് നിഷ്കുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ. നിഷ്കു അത് ഡിലീറ്റ് ചെയ്തത് എന്തിനാണ്? അപ്പോൾ രണ്ട് പേരെയും പറഞ്ഞ് അവിടുന്ന് വിടുകയാണ് ചെയ്തത്. അത് ഇത്രയും വലിയ ഒരു പ്രശ്നവുമല്ല. നിഷ്കുവിന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു സീനും കൂടെ ഉണ്ടാക്കി, ആരെയാണോ ഇനി കരി വാരി തേക്കാനുള്ളത് അവരെയും കൂടെ കരി വാരി തേച്ച് നിഷ്കുവിന് കുറച്ച് കിട്ടാനുള്ളത് കൂടെ മേടിച്ചുകൊണ്ട് പോകണം. എത്ര അന്തങ്ങളാണ് ഒരു വിവരവും ഇല്ലാതെ കടന്നിട്ട് പാവം 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 എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നത്. കണ്ണ് കണ്ടുകൂടെ കേട്ടുകൂടെ ഇതുങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അവിടെയും നിഷ്കുജ ചീറ്റി. ഈ പറഞ്ഞ നിഷ്കുജ വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് പോകാം എന്നുള്ള ആ പ്ലാൻ ചീറ്റിപ്പോയി. ഇന്ന് രാവിലെ നിഷ്കുജയും മോളും കൂടി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിങ്ങൾ നോക്കിയോ ആ കുട്ടിയുടെ നെറ്റിയിൽ എത്ര വലിയ ആഘാതമാണല്ലേ, എത്ര വലിയ മുറിവാണ്, എത്ര വലിയ ചതവാണ്. ഭയങ്കരമായിട്ട് ആ കുട്ടിക്ക് കിട്ടിയില്ലേ? എന്തിനാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ വരെയും കുഞ്ഞുങ്ങളാണ് എന്നുള്ള വിക്ടിം കാർഡ് അല്ലെങ്കിൽ പെണ്ണാണ് എന്നുള്ളതിൻ്റെ കാർഡ്, ഇതൊക്കെ എന്തിനാണ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ വന്ന് ഒരാവശ്യം വന്നാൽ പോലും ഒരാളും തിരിഞ്ഞു നോക്കുകയില്ലാത്ത ഒരവസരമാണ്, ഒരു സാഹചര്യമാണ് ഈ നിഷ്കുവിന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി എന്തായാലും എറണാകുളംകാർ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ തലയിലേക്കാണ്. കോഴിക്കോടുള്ള ആളുകൾ ഇനി അനുഭവിക്കും. അവരുടെ ആരടുത്ത് കൂടുന്നോ, ആരൊക്കെ സഹകരിക്കാൻ ചെല്ലുന്നോ, സ്നേഹപൂർവ്വം അമ്മയും കുഞ്ഞും, പാവപ്പെട്ട അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ് സഹായവുമായിട്ട് ചെല്ലുന്നോ അവർ. ഇന്നലത്തെ ഈ നാടകം കണ്ടിട്ടും എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? നിങ്ങളെ എന്തേലും ചെയ്തോ, നിന്നെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്നിട്ട് ഈ കാണിക്കുന്നതിന് പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളല്ലേ മറുപടി പറയേണ്ടത്? അത് തന്നെയല്ല, ഒരു പ്രശ്നം നടന്ന അടുത്ത സെക്കൻഡ് നിഷ്കു ചോദിക്കുന്നതാണ് ഞാൻ ലൈവിൽ പോട്ടെ. എന്നിട്ട് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണെന്നറിയോ? എന്നിട്ട് ലൈവും കട്ട് ചെയ്തിട്ട് ഒരൊറ്റ മുങ്ങലാണ്. ഇവിടെ കിടന്ന് കുറേ അന്തംസ് കിടന്നങ്ങ് കരച്ചിലാണ്. അയ്യോ, ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്താ ഇവർക്കെന്തോ വലിയ പ്രശ്നം സംഭവിച്ചതുപോലെ. ആ സമയം നിഷ്കുവും മോളും കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണെന്ന്. അന്തംസ് ഇവിടെ ഉറക്കവും വിളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിഷ്കുവിന് എന്ത് പറ്റി, കുഞ്ഞിന് എന്ത് പറ്റി, അയ്യോ ആ പൊന്നുമോളെ തല്ലിയോ, അയ്യോ നിഷ്കുവിനെ തല്ലിയോ, എന്ത് പറ്റിയെന്ന് നിഷ്കുവും മോളും കിടന്ന് സുഖമായിട്ട് ഇറങ്ങുന്നു. ഇത് തന്നെയായിരുന്നു കടലപ്പരിപ്പ് നാടകത്തിലും. സംഭവം എല്ലാം കാണിച്ചു കൂട്ടി കടലപ്പരിപ്പ് വിഴുങ്ങി ആ ഹോസ്പിറ്റലിൽ പോയി അവർ ഓടിച്ചു വിട്ടു. നിഷ്കുവും മോളും വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. അന്തങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിലുമായി. ഇത് തന്നെയാണ് നിരന്തരം നടക്കുന്നത്. അതുകൊണ്ട് ഈ തട്ടിപ്പിനെതിരെ ഇതുപോലുള്ളൊരു നിഷ്കുവിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ പണപ്പിരിവ് നടത്തുന്നത്. അപ്പോൾ പറയും നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും. പബ്ലിക്കിൽ വന്നിട്ട് ഇതേപോലത്തെ നാടകങ്ങൾ കാണിച്ചിട്ട് മാവൂട്ടിക്കൊരു വീട് എന്ന ടാഗ് ലൈനും കൊടുക്കും. അപ്പോൾ പിന്നെ ആളുകൾ ആരും അറിയാത്തവർ പോലും അതിലേക്ക് കൊണ്ടുവന്ന് ക്യാഷ് ഇടും. അപ്പോൾ അങ്ങനെ അറിയാത്തവരുടെ ക്യാഷ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും
ഈ നിഷ്കുവിൻ്റെ തനി സ്വഭാവം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്തായാലും ഇന്നലത്തെ നാടകം കൊണ്ടും അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ ഇവരെ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഈ പറയുന്ന അനു എന്ന് പറയുന്ന സ്ത്രീയോ അല്ലെങ്കിൽ വേറെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരൊക്കെയും ആരും പൊതുജനങ്ങൾ അടിച്ചേൽപ്പിച്ചതോ അല്ലെങ്കിൽ അവർ പറഞ്ഞു വിട്ടതോ ആളല്ല, ഈ നിഷ്കുജയുടെ ആളുകൾ തന്നെയായിരുന്നു. നിഷ്കുജ കൂട്ടുകൂടി അവിടെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ തന്നെയായിരുന്നു. എന്നിട്ട് തിരിച്ച് ഇവരുടെ എല്ലാം സഹായം മതിയായി എന്നുള്ള ഒരു അവസരം വന്നു കഴിയുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയുക, പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് വലിച്ചു കീറുക ഇവരെ. ഇന്നലെ ആ സുനിത ചേച്ചീനെ പറഞ്ഞതാണ്, ആ സുനിത കാസിമിനെയും കൂടെ വിളിക്കട്ടെന്ന്. ഈ വിഷയം ആ സ്ത്രീ എങ്ങനെയെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വല്ലാണ്ട് വഷളാക്കാനായിട്ട് നോക്കുകയാണ്. സുനിത കാസിമിനെയും കൂടെ വിളിക്കട്ടെന്ന് അത്രയും ഉപകാരം ചെയ്ത ഒരു സ്ത്രീയെ പറയാണ്. ആ സ്ത്രീ എന്ത് ചെയ്തിട്ടാ? അപ്പോഴത്തേക്ക് ചാറ്റ് ലീഡർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ സ്ത്രീയുടെ സ്വഭാവം അതാണ്, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുക, അങ്ങനെ മനുഷ്യരെ തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുക. അപ്പോൾ ഇന്നലത്തെ നാടകം കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നെനിക്ക് തോന്നി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്